പിന്നെ ഇതുപോലെ തന്നെ കാണാൻ കഴിയാത്തൊരു വർഗമാണ് ജിന്ന്. ജിന്നിനെ അവലംബിച്ചുകൊണ്ട്, ആ കാണാൻ കഴിയാത്ത പിടികിട്ടാപ്പുള്ളികളെ അവലംബിച്ചുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ഉപജീവന മാർഗം നടത്തിക്കളയാം എന്ന് കരുതിയതുപോലെ ഉണ്ട്. ജിന്നിന്റെ കൂടെ അപ്പ കൂടിയിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമി ജിന്നിനെ നിഷേധിച്ചു. ജിന്ന് എന്ന് പറയുന്ന ഒരു വർഗന്റെ ഒരു സംശയമില്ല. പക്ഷേ ചില കാര്യങ്ങൾ ഞങ്ങൾ പറയാം. ജിന്നിനെ കണ്ട് പേടിച്ചിട്ട് മാനസികമായി എന്ന് വന്നേക്കാം, ജിന്നുമായി കൂട്ടുകൂടിയിട്ട് ഒയ്പറിയും എന്നാരെങ്കിലും കരുതുന്നോ? അത് പരിശുദ്ധ ഖുർആനിന്റെ വ്യക്തമായ നിഷേധമാണ്. പ്രവാചകന്മാരുടെ ജഡം ദ്രവിക്കൂല എന്നതിന് തെളിവായിട്ട് ഇവിടെ ഈ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചുകൊണ്ട് പ്രസംഗിക്കൽ ജോലിയാക്കിയ മുസ്ലിയാർ ഉദ്ധരിച്ച ഖുർആനായിട്ട് സൂറത്തു സബയിലെ 14-ാമത്തെ ആയത്ത് ഉദ്ധരിച്ചപ്പോ അതിന്റെ ബാക്കി കൂടി അർത്ഥം അങ്ങോട്ട് പറഞ്ഞിരുന്നെങ്കിൽ ജിന്നുകൾക്ക് ഒയ്പറിയില്ല എന്ന് തെളിയുമോ എന്ന് കരുതിയിട്ടോ മറ്റോ അദ്ദേഹം അങ്ങോട്ട് പോകാതെ അപ്പുറത്ത് കിടന്നുകൊണ്ട് തീർക്കുകയാ ചെയ്തത്. ഫലമ്മ ഖളൈനാ അലൈഹിൽ മൗത. സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ സംഭവം പറയുകയാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാമിന് അള്ളാഹു ഈ പറയുന്ന ജിന്ന് വർഗത്തെയും ഭൂതപ്രേതാദികളെയും ഒക്കെ ഭൂതപ്രാതികളുടെയും ഒക്കെ ആധിപത്യവും കൂടി കൊടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ അവരൊക്കെ ജോലി ചെയ്തിരുന്നു എന്നർത്ഥം. അങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ മരണപശ്ചാ സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു, ഫലമ്മാ ഖളൈനാ അലൈഹിൽ മൗത മാ ദല്ലഹും അലാ മൗതിഹി ഇല്ലാ ദാബത്തുൽ അർദ്. അങ്ങനെ നാം അദ്ദേഹത്തിന് മരണം വിധിച്ചപ്പോൾ മാ ദല്ലഹും അലാ മൗതിഹി, അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് അവരെ അറിയിച്ചില്ല, ഇല്ലാ ദാബത്തുൽ അർദ്, ഈ ചതലല്ലാതെ ചതൽ അദ്ദേഹം ഇങ്ങനെ കുത്തിപ്പിടിച്ചു നിന്നിരുന്ന, ചാരി നിന്നിരുന്ന ആ വടി ചതല് പിടിച്ചിട്ട് വടി മുറിഞ്ഞപ്പോ മറിഞ്ഞു വീണപ്പോ അപ്പോഴാ അറിഞ്ഞത് ഇദ്ദേഹം മരിച്ചിട്ടുണ്ട്. അതുവരെ ജിന്നുകളും ഈ ഭൂതപ്രേതങ്ങളൊന്നും അറിഞ്ഞില്ല. ഇത് പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നു, ഫലമ്മാ ഖറ തബയ്യനത്തിൽ ജിന്നു അല്ലൗ കാനൂ യഅലമൂനൽ ഗൈബ മാ ലബിസൂ ഫിൽ അദാബിൽ മുഹീൻ. ഫലമ്മാ ഖറ, അദ്ദേഹം മറിഞ്ഞു വീണപ്പോൾ, തബയ്യനത്തിൽ ജിന്നു, ജിന്നുകൾക്ക് ബോധ്യം വന്നു, അല്ലൗ കാനൂ യഅലമൂനൽ ഗൈബ, അദ്ദേഹത്തിന് അവർക്ക് അദൃശ്യമറിയുമായിരുന്നുവെങ്കിൽ, മാ ലബിസൂ ഫിൽ അദാബിൽ മുഹീൻ, ഈ നിന്ദ്യവും നീചവുമായ ശിക്ഷയിൽ അങ്ങനെ കഴിഞ്ഞുകൂടേണ്ടി വരുമായിരുന്നില്ല. ഇതൊന്നും വലിയ സംഗതിയൊന്നുമല്ല. അങ്ങനെ നീട്ടിപ്പരത്തിയിട്ട് മലയാളത്തിൽ പ്രസംഗിക്കുമ്പോൾ പറയുന്നതൊക്കെ പാട്ടുപോലെ പറയല്. സാധാരണ ഇപ്പൊ കേരളക്കരയിലെ ഒരു സംസ്കാരമുണ്ട്. സാംസ്കാരികമായി കേരളക്കരയിലെ ജനസമൂഹം മതപ്പതിച്ചതിന് ശേഷം മുസ്ലിം സമുദായത്തിന്റെ പണി പറയാൻ പറ്റാത്ത ചെറിയ പാട്ടാക്കൽ. അങ്ങനെ കാസറ്റൊക്കെ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പറയാൻ പറ്റൂല അത് കേട്ടാ പിന്നെ അത് പാട്ടാക്കല എന്ന് പറഞ്ഞതുപോലെ പാട്ടിന്റെ രീതി പറയുന്നത് മലയാളത്തിൽ പ്രസംഗിക്കും പോലെ പറയാൻ പറ്റാത്തതായതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല. എന്തായിരുന്നാലും ശരി, അങ്ങനെ പറഞ്ഞതുകൊണ്ടൊന്നും വലിയ സംഗതി ഒന്നല്ല. ചില ആളുകൾ കരുതിയത് ഖുർആനായത്ത് അങ്ങോട്ട് നീട്ടിയിട്ടുണ്ടെങ്കിൽ അർത്ഥം കൊണ്ട് മാറിപ്പോകുന്ന, നീട്ടിയിട്ടൊന്നും ഖുർആനായത്തിന്റെ അർത്ഥം മാറില്ല. ഞങ്ങൾ ഓതിയിട്ട് പറയുന്ന അർത്ഥം തന്നെ ഖുർആൻ ഉണ്ടാവുള്ളൂ. ഫലമ്മാ ഖറ, അദ്ദേഹം മറിഞ്ഞു വീണപ്പോൾ, തബയ്യനത്തിൽ ജിന്നു, ജിന്നുകൾക്ക് ബോധ്യം വന്നു, അല്ലൗ കാനൂ യഅലമൂനൽ ഗൈബ, അവർക്ക് അദൃശ്യമറിയുമായിരുന്നുവെങ്കിൽ, മാ ലബിസൂ ഫിൽ അദാബിൽ മുഹീൻ, ഇങ്ങനെ നിന്ദ്യമായിട്ട് ഇത് മരിച്ചതവയെ തന്നെ പിരിഞ്ഞു പോകാം, പിന്നെ പണിയെടുക്കേണ്ടില്ല. മരിച്ചിട്ട് പിന്നെ ഒരുപാട് കാലം അധ്വാനിക്കേണ്ടി വന്നു. ഒഴിവറിയാത്തത് കൊണ്ട് വടി ചതല് പിടിച്ചിട്ട് വടി മുറിഞ്ഞിട്ട് ഇദ്ദേഹം മറിഞ്ഞു വീണപ്പോഴാ അറിഞ്ഞത് മരിച്ചിരിക്കുന്നു, ഇനി ഇടങ്ങാറാണ്ട, ഇതുവരെയും പണിയെടുത്തു. ഇതല്ലേ ജിന്ന് സാധനം. ഈ ജിന്നിനെ കണ്ടിട്ട് മാനസികമായി ഈ ജിന്ന് കൂടുവെന്നാണ്. ജിന്നും പിശാചൊന്നും മനുഷ്യനിൽ ആവാഹിച്ചെടുത്തിട്ട് മനുഷ്യന്റെ നിയന്ത്രണം അവരുടെ കയ്യിലാകുന്ന ഒരവസ്ഥ ഒരിക്കലും ഇസ്ലാമിലില്ല, പ്രമാണങ്ങളിൽ അത് കാണാൻ കഴിയില്ല. മനുഷ്യരുടെ ചിരകളിലൂടെ പിശാച് ഒഴുകുമെന്നൊക്കെ പറഞ്ഞാൽ അതൊരു സാങ്കേതികമായ വേറർത്ഥത്തിലുള്ള പ്രയോഗമാണ്. അങ്ങനെ പിശാചിന് മനുഷ്യന്റെ മേൽ ആധിപത്യമായിരുന്നുവെങ്കിൽ പിന്നെ ഈ ഹിദായത്തിനും ഈ രക്ഷാശിക്ഷകൾക്കും എന്തർത്ഥം? ഏത് പിശാചിനും എപ്പോൾ കയറിയിട്ടും വരാണെങ്കിൽ വഴിയെത്തിക്കാം. എന്നെ നന്നായി ജീവിക്കാൻ കഴിയോ? ഒരുത്തൻ നന്നാകാൻ തീരുമാനിച്ചാൽ ജിന്നിനൊന്നും ചെയ്യാൻ കഴിയില്ല. ജിന്നുമായിട്ട് മനുഷ്യന്മാർ കൂട്ടുകൂടുന്നതിനെ കുറിച്ച് വേറൊരർത്ഥത്തിൽ ഖുർആൻ പറയുന്നു, ആ കൂട്ടുകൂടലും ഉണ്ടല്ലോ, അതുകൊണ്ട് പോലും ഈ പറഞ്ഞ ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റൂല. എന്നിട്ടല്ലേ ജിന്നെ കണ്ട് പേടിച്ച ആളടുത്ത് പോയിട്ട് നട്ടം പറയുന്ന ബീവി എന്നൊക്കെ പറഞ്ഞിട്ട് മറകിട്ടിരുന്നു. അവിടുന്ന് അതിനെക്കുറിച്ചിട്ട് വൈബ് അവിടെ പോയി അന്വേഷിക്കലും ചോദിക്കലും. ഇതിനൊന്നും ഇസ്ലാമിലൊരു പ്രമാണമില്ല, അങ്ങനൊന്നും പോകേണ്ടതില്ല, ആ രീതിയിൽ ഒരു ഏർപ്പാടില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോ അപ്പൊ പറയും ജിന്നിനെ നിഷേധിച്ചു. ജിന്നിനെ നമ്മൾ നിഷേധിച്ചിട്ടില്ല. ജിന്നിനെയും ഇൻസിനെയും മാത്രമല്ല ഇബ്ലീസിനെയും ഒന്നിനെയും നിഷേധിക്കാനും നമ്മൾ ആളല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവർത്തിച്ചു പറയുന്നു, ഇസ്ലാമിലുള്ള എന്തിനെങ്കിലും ഒന്നിനെ കുറക്കാൻ, ഇസ്ലാമിലില്ലാത്ത എന്തിനെങ്കിലും ഒന്നിനെ കൂട്ടാൻ, ഇതിന് രണ്ടിനും ഞങ്ങൾ ആളല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീൻ എങ്ങനെയാണോ ഉള്ളത് അതിനെ യഥാവിധി സംസ്ഥാപിക്കുക, ഇഖാമത്തുദ്ദീൻ, അതാ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടി. അതിനുവേണ്ടി മാത്രമാണ് ഈ പ്രസ്ഥാനത്തിന്റെ ആളുകളുടെ കാശ്, ഇവരുടെ സമയം, ഇവരുടെ ഊർജ്ജം, ഇവരുടെ അധ്വാനം, ഇവരുടെ ചിന്ത, ഇവരുടെ എല്ലാ വിഭവങ്ങളും അതിനുവേണ്ടി മാത്രമേ ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയൂ. വേറെ ഒരു രാഷ്ട്രീയക്കാരനും ഈ പാർട്ടിയുമായിട്ട് ബന്ധമില്ല. വേറെ ഒരു വഴിക്കും ഇതിന്റെ ആളുകൾ ചിന്തിക്കാറും പ്രവർത്തിക്കാറുമില്ല. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് അന്യായമായിട്ട് പിന്നെന്തേ എതിർക്കാൻ എന്ന് ചോദിക്കുന്നവരുണ്ടാകാം.
എതിർക്കുന്നവരുടെ നിലവാരം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഒരു കൂട്ടർ ആരാണ് അവർ, എന്താ അവരുടെ സ്വഭാവം, അവരുടെ പ്രകൃതം എന്ന് പറയേണ്ടതാരാ? അത് പറയേണ്ടത് ആ കൂടുതൽ ഏറ്റവും അടുത്തറിയുന്നവരാണ്. അവർക്ക് അതറിയാൻ പറ്റും. ആ അർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കൽ ജോലിയാക്കിയ ഈ വിഭാഗത്തെ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്ന ഈ അടുത്ത കാലത്ത് വരെ അവർ ഒന്നായിരുന്നല്ലോ എന്ന നിലക്ക് EK വിഭാഗം സുന്നികൾ ഇവരെ വിശേഷിപ്പിച്ച ഒരു ഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഇവരുടെയൊക്കെ സംസ്കാരം എന്താണെന്ന് തിരിയാൻ അത് ഏറ്റവും കൂടുതൽ ഉപകരിക്കുമെന്നതുകൊണ്ടാണ് ഞാനത് ഇവിടെ വായിക്കുന്നത്. നമുക്ക് അവരെക്കുറിച്ച് അങ്ങനൊന്നും പറയാൻ നമ്മുടേതായ പ്രസ്ഥാനത്തിന്റെ ന്യായവും ദീനിയായ നിലപാടും വെച്ചുകൊണ്ട് സാധ്യമല്ലാത്തത് കൊണ്ട് ഈ ധാർമ്മികമായ ഞങ്ങളുടെ ഈ ഒരു ദൗർബല്യത്തെയാണ് നിങ്ങൾ ചൂഷണം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വിജയിച്ചോ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞങ്ങളുടെ പണി ഇതൊന്നുമല്ല. ഇതൊക്കെ ഞങ്ങൾ ഇടക്ക് ചെയ്യുന്ന ഒരു ഇടവേളയിലെ ഒരു ചെറിയ പരിപാടി മാത്രമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞല്ലോ, പറയേണ്ടത് പോലെ പറഞ്ഞതിന് ശേഷം പിന്നീട് ആരെന്ത് പറഞ്ഞാലും ഞങ്ങളുടെ മാർഗത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും. അങ്ങനെ 50 കൊല്ലം പോയിട്ട് എന്നിട്ടാണ് ഈ അവസ്ഥയിലെത്തിയെങ്കിൽ ഇനിയും ഞങ്ങൾ പറയുന്നു ഞങ്ങൾ തുടരുന്ന നിലപാടിനൊരു കുഴപ്പവുമില്ല എന്ന് ചരിത്രം സാക്ഷി വെച്ചിരിക്കെ എന്തിന് ബേജാറാകാൻ? അതുകൊണ്ട് ഞാൻ വായിക്കാം. ഈ വിഭാഗത്തെ വിശേഷിപ്പിക്കാൻ വയറിന് വേണ്ടിയിട്ട് മതത്തിന്റെ ഷിയാറുകളെ തള്ളിപ്പറയാനോ മതവിരുദ്ധ പ്രസ്താവനകൾ ഇറക്കാനോ മടിക്കാത്ത ഇവരാണ് ഇന്ന് സമുദായത്തിന് ഏറ്റവും വലിയ ഉപദ്രവകാരികൾ. ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും വലിയ ഷെറുകൾ. മഹാന്മാരായ വലിയുകളെയും ജീവിച്ചിരിക്കുന്ന പണ്ഡിത കാരണവന്മാരെയും അറപ്പില്ലാതെ തെറി പറയുന്ന ഈ വെള്ള ഇബ്ലീസുകൾ ഒരു ധൈര്യം അർഹിക്കുന്നില്ലെന്നത് മുസ്ലിം കേരളത്തിന്റെ മനസ്സിലിരിക്കട്ടെ. ഫിർദൗസ് വാരിക പുസ്തകം 6 ലക്കം 15 പേജ് 1 ഒന്നാം പേജിലുള്ളതാ വെള്ള ഇബ്ലീസ്. അതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കടന്നാൽ പിന്നെ ബാക്കിയുള്ളതിന്റെ കാര്യം പറയേണ്ടത് ആരും തമ്മിലാണെന്നറിയോ? ജമാഅത്തെ ഇസ്ലാമിയും ഇവരും തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്, ശരിയാണ്. പക്ഷേ ഇവർ തമ്മിൽ ഈ രണ്ട് ഗ്രൂപ്പും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? ഗ്രൂപ്പും തമ്മിൽ അടിസ്ഥാനപരമായി ഒരു കൂട്ടർ ഉച്ചരിക്കാൻ ചെല്ലു ചെയ്യും. രണ്ട് ഗ്രൂപ്പാകേണ്ടി വന്നാലും പ്രതിപക്ഷ ബഹുമാനവും പരസ്പര ആദരവും കാണിക്കണ്ടേ? അതിന് പകരം ഒരു ചെറിയ ഒരു പ്രശ്നമുണ്ടായപ്പോഴേക്ക് വിശേഷിപ്പിച്ചത് വെള്ള ഇബ്ലീസ് എന്നാണോ? എങ്കിൽ ഞാൻ പറയുന്നു ഇത് ഏറ്റവും അടുത്തറിയുന്നവർക്ക് ഇത് പറയാൻ അർഹതയുള്ളൂ. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അത് പറഞ്ഞത്. ഞങ്ങളതൊന്നും പറയുന്നില്ല. ഞാൻ പറയുന്നത് ഇതാണ് ഇവരുടെ നിലവാരം എന്ന് ഇവിടുത്തെ സാധാരണക്കാർ മനസ്സിലാക്കണം എന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഈ വിശേഷിപ്പിച്ച കൂട്ടർക്കും ഇത് വിറ്റാൻ എന്നാ അത് മനസ്സിലാക്കിയിട്ടെങ്കിൽ ഇങ്ങനൊന്നും പറയണ്ടെന്ന് വെച്ചൂടെ? എന്നാലും വെക്കില്ല. അതാ പറഞ്ഞത് ഇത്രയൊക്കെ ഉള്ളൂ ഇവർക്ക് തെറ്റിയാൽ തെറി പറയുക. അതാരുടെ ലക്ഷണമാണ്? ഇവിടെ പ്രസംഗിച്ച പ്രസംഗത്തിൽ 7 or 8 പ്രാവശ്യം ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ മുനാഫിക്കെന്നും 2 or 3 പ്രാവശ്യം കാഫിറെന്നും യാതൊരു പ്രയാസവും കൂടാതെ തട്ടിവിടാൻ മാത്രം മനസ്സ് അടുത്തുപോയിട്ടുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ ഇന്നും ആലിമാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടു നടക്കുന്നു എങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾക്ക് അത്തരക്കാരെ ബഹുമാനിക്കാം. പക്ഷേ ഈ ബഹുമാനവും ഈ സഹായവും ഈ സ്നേഹവും ഈ ആദരവും ഈ അടുപ്പവും ഈ ബന്ധവും ഉണ്ടല്ലോ, നാളെ അള്ളാഹുവിന്റെ മഹ്ശറ വൻസഭയിൽ ഓരോരുത്തരെയും മാറി മാറി മാറ്റി നിർത്തിക്കൊണ്ട് അവരവരുടെ ചെയ്തികളൊക്കെ സാക്ഷിയാക്കിക്കൊണ്ട് വിചാരണ ചെയ്യുമ്പോൾ അപ്പോൾ ഉണ്ടാവുകയില്ല എന്നെന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ മനസ്സിലാക്കണം. വെറുതെ എങ്ങനെങ്കിലും കളിച്ചിട്ട് രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ല. നമുക്കൊരു നല്ല വ്യക്തമായ ഒരു കോടതിയിലെ ഒരു വിചാരണയെ കടന്നതിന് ശേഷമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് വരുമ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ചുകൊണ്ട് ഇസ്ലാമികമായ നിലപാടും ഇസ്ലാമികമായ മാന്യതകളും എല്ലാ സംസാരത്തിലും നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ഉണർത്തുവാൻ ആഗ്രഹിക്കുകയാണ്.